ഓം ശാന്തി 7-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മുഴുവൻ ആധാരവും കർമ്മങ്ങളുടെ മേലാണ്. മായയ്ക്ക് വശമതരായി ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും വിധത്തിൽ ഏതെങ്കിലും തലകീഴായ കർമ്മം ഉണ്ടാകാതിരിക്കാൻ സദാ ശ്രദ്ധയുണ്ടായിരിക്കണം. ചോദ്യം: ബാബയുടെ ദൃഷ്ടിയിൽ ഏറ്റവും അധികം ബുദ്ധിശാലി ആരാണ്? ഉത്തരം: ആരിൽ പവിത്രതയുടെ ധാരണയുണ്ടോ അവർ തന്നെയാണ് ബുദ്ധിശാലി. ആരാണോ പതീതം അവർ ബുദ്ധിഹീനരാണ്. ലക്ഷ്മി നാരായണനെ ഏറ്റവും അധികം ബുദ്ധിശാലി എന്ന് പറയും. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ ബുദ്ധിശാലി ആയിക്കൊണ്ടിരിക്കുകയാണ്. പവിത്രത തന്നെയാണ് ഏറ്റവും മുഖ്യം. അതിനാൽ ബാബ മുന്നറിയിപ്പ് നൽകുന്നു, കുട്ടികളെ, ഈ കണ്ണുകൾ ചതിക്കരുത്, ഇതിൽ നിന്നും സംരക്ഷിക്കണം. ഈ പഴയ ലോകത്തെ കണ്ടും കാണാതിരിക്കൂ. പുതിയ ലോകമായ സ്വർഗത്തെ ഓർമ്മിക്കൂ. ഓം ശാന്തി. മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ഈ പഴയ ലോകത്തിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസത്തെ യാത്രക്കാരാണ്. ലോകത്തുള്ള മനുഷ്യർ വിചാരിക്കുന്നു ഇനിയും 40,000 വർഷം ഇവിടെ കഴിയേണ്ടതുണ്ടെന്ന്. കുട്ടികളായ നിങ്ങൾക്കാണെങ്കിൽ നിശ്ചയമുണ്ടല്ലോ. ഈ കാര്യങ്ങൾ മറക്കരുത്. ഇവിടെ ഇരിക്കുകയാണെങ്കിലും കുട്ടികളായ നിങ്ങൾക്ക് ഉള്ളിൽ ഗദ്ഗദം ഉണ്ടാകേണ്ടതാണ്. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ എല്ലാം വിനാശമാകാൻ പോകുന്നവയാണ്. ആത്മാവാണെങ്കിൽ അവിനാശിയാണ്. നമ്മൾ ആത്മാക്കൾ 84 ജന്മങ്ങളെടുത്തു. ഇപ്പോൾ ബാബ വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. പഴയ ലോകം എപ്പോഴാണോ പൂർത്തിയാകുന്നത് അപ്പോൾ ബാബ പുതിയ ലോകം നിർമ്മിക്കാൻ വരുന്നു. പുതിയത് തന്നെ പഴയതും പഴയത് തന്നെ പുതിയ ലോകവും എങ്ങനെയാണ് ആകുന്നത്? ഇത് നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ അനേകം തവണ ചക്രം കറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചക്രം പൂർത്തിയാകുന്നു. പുതിയ ലോകത്തിൽ നമ്മൾ കുറച്ച് ദേവതന്മാരാണ് വസിക്കുന്നത്. മനുഷ്യർ ഉണ്ടായിരിക്കില്ല. ബാക്കി മുഴുവൻ ആധാരവും കർമ്മങ്ങളുടെ മേലാണ്. മനുഷ്യർ തലകീഴായ കർമ്മം ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും ഉള്ളിൽ നേറുന്നു. അതിനാൽ ബാബ ചോദിക്കുന്നു, ഈ ജന്മത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പാപം ചെയ്തിട്ടില്ലല്ലോ. ഇത് പതീതമായ മോശമായ രാവണ രാജ്യമാണ്. ഇത് ഇരുണ്ട് മങ്ങിയ ലോകമാണ്. ഇപ്പോൾ ബാബ കുട്ടികളായ നിങ്ങൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഭക്തി ചെയ്യുന്നില്ല. ഭക്തിയുടെ അന്ധകാരത്തിൽ ഉന്തും തള്ളും കൊണ്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ബാബയുടെ കൈ ലഭിച്ചു. ബാബയുടെ ആശ്രയമില്ലാതെ നിങ്ങൾ വിഷയവൈതരണി നദിയിൽ മുങ്ങിത്താഴുകയായിരുന്നു. പകുതി കൽപ്പം ഭക്തിയാണ്. ജ്ഞാനം ലഭിക്കുന്നതിലൂടെ നിങ്ങൾ സത്യയോഗി പുതിയ ലോകത്തിലേക്ക് പോകുന്നു. ഇപ്പോഴാണെങ്കിൽ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ നിങ്ങൾ പതീതവും മോശവുമായതിൽ നിന്നും പുഷ്പങ്ങൾ അഥവാ മുള്ളുകളിൽ നിന്നും പുഷ്പമായി കൊണ്ടിരിക്കുന്നു. ഇത് ആരാണ് ആക്കുന്നത്? പരിധിയില്ലാത്ത ബാബ. ലൗകിക പിതാവിനെ പരിധിയില്ലാത്ത പിതാവ് എന്ന് പറയില്ല. ഈ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ഓക്കുപേഷൻ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എത്ര ശുദ്ധ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം ഇതെല്ലാം സംഗമത്തിൽ തന്നെയാണുള്ളത്. ബാബയിരുന്ന് ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പഴയതും പുതിയതുമായ ലോകത്തിൻ്റെ സംഗമയുഗമാണ് ഇത്. പതീതരെ പാവനമാക്കുവാൻ വരൂ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഈ സംഗമത്തിൽ ബാബയുടെയും പാർട്ട് നടക്കുന്നു. ക്രിയേറ്ററും ഡയറക്ടറുമാണല്ലോ. അപ്പോൾ തീർച്ചയായും ആ ഒന്നിൻ്റെ ഏതെങ്കിലും ആക്ടിവിറ്റി ഉണ്ടായിരിക്കുമല്ലോ. എല്ലാവരും അറിയുന്നുണ്ട്, ആ ഒന്നിനെ വ്യക്തി എന്ന് പറയുന്നില്ല.
ആ ഒന്നിന് തൻ്റേതായ ശരീരമേ ഇല്ല. ബാക്കി എല്ലാവരെയും മനുഷ്യനെന്നോ ദേവതയെന്നോ പറയും. ശിവബാബയെ ദേവതയെന്നോ മനുഷ്യനെന്നോ പറയില്ല. ഇതാകട്ടെ ടെമ്പററിയായി ശരീരം ലോണിൽ എടുത്തിരിക്കുകയാണ്. ഗർഭത്തിലൂടെ ജന്മമെടുത്തിട്ടില്ല. ബാബ സ്വയം പറയുന്നു, കുട്ടികളെ, ശരീരമില്ലാതെ ഞാൻ രാജയോഗം എങ്ങനെ പഠിപ്പിക്കുവാനാണ്? എന്നെക്കുറിച്ച് മനുഷ്യർ പറയുന്നു, കല്ലിലും മൺകട്ടയിലും പരമാത്മാവുണ്ട് എന്ന്. പക്ഷേ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും മനുഷ്യന് പഠിപ്പിക്കാൻ സാധിക്കില്ല. ദേവതമാർക്ക് രാജയോഗം പഠിക്കാൻ സാധിക്കില്ല. ഇവിടെ ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ രാജയോഗം പഠിച്ച് ദേവതയാകുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് അതിരേറ്റ സന്തോഷമുണ്ടാകേണ്ടതാണ്. നമ്മൾ ഇപ്പോൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി. ബാബ കൽപ്പകൽപ്പങ്ങളിൽ വരുന്നു. ബാബ സ്വയം പറയുന്നു, ഇത് വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിലെ ജന്മമാണ്. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ പ്രിൻസ് ആയിരുന്നു. കൃഷ്ണൻ തന്നെ പിന്നെ 84ന്റെ ചക്രം കറങ്ങുന്നു. ശിവബാബയാണെങ്കിൽ 84ന്റെ ചക്രത്തിൽ വരികയില്ല. ശ്രീകൃഷ്ണന്റെ ആത്മാവ് തന്നെയാണ് സുന്ദരത്തിൽ നിന്നും ശ്യാമമാകുന്നത്. ഈ കാര്യങ്ങൾ ആർക്കും അറിയില്ല. നിങ്ങളിലുള്ളവരും നമ്പർ വൈസായി തന്നെയാണ് അറിയുന്നത്. മായ വളരെ കടുത്തതാണ്, ആരെയും വിടുന്നില്ല. ബാബയ്ക്ക് എല്ലാം അറിയാം. മായ ആകുന്ന മുതല പൂർണ്ണമായും വിഴുങ്ങുന്നു. ഇത് ബാബ നല്ല രീതിയിൽ അറിയുന്നു. ബാബ അന്തര്യാമിയാണ് എന്ന് കരുതരുത്. അല്ല, ബാബ എല്ലാവരുടെയും ആക്ടിവിറ്റിയെ അറിയുന്നു. സമാചാരം വരുന്നുണ്ടല്ലോ. മായ പൂർണ്ണമായും പച്ചയ്ക്ക് തന്നെ വയറ്റിലിടുന്നു. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല. ബാബയ്ക്ക് എല്ലാം അറിയാൻ കഴിയുന്നു. മനുഷ്യർ പിന്നെ വിചാരിക്കുന്നു പരമാത്മാവ് അന്തര്യാമിയാണ്. ബാബ പറയുന്നു, ഞാൻ അന്തര്യാമിയല്ല. ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ അറിയാൻ കഴിയുന്നുവല്ലോ. വളരെയധികം മോശമായ പെരുമാറ്റം നടത്തുന്നു. അതിനാൽ ബാബ അടിക്കടി കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, മായയിൽ നിന്നും സംരക്ഷിക്കണം. പിന്നെ ബാബ മനസ്സിലാക്കിച്ചു തന്നാലും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. കാമം മഹാശത്രുവാണ്. നമ്മൾ വികാരത്തിൽ പോയെന്ന് അറിയാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയും നടക്കുന്നു. അതിനാൽ ബാബ പറയുന്നു, ഏതെങ്കിലും തെറ്റോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ നേരിട്ട് പറയൂ, ഒളിപ്പിക്കരുത്. ഇല്ലെങ്കിൽ 100 മടങ്ങ് പാപം ഉണ്ടാകും. അത് ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കും. പൂർണ്ണമായും വീണുപോകും. കുട്ടികൾ ബാബയോട് തീർത്തും സത്യമായിരിക്കണം. ഇല്ലെങ്കിൽ വളരെ വളരെ നഷ്ടമുണ്ടാകും. ഇത് രാവണന്റെ ലോകമാണ്. രാവണന്റെ ലോകത്തെ നമ്മൾ എന്തിന് ഓർമ്മിക്കണം? നമുക്ക് പുതിയ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. പിതാവ് പുതിയ കെട്ടിടമോ മറ്റോ നിർമ്മിക്കുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കും, നമുക്ക് വേണ്ടി പുതിയ കെട്ടിടം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമുണ്ടായിരിക്കും. ഇതാണെങ്കിൽ പരിധിയില്ലാത്ത കാര്യമാണ്. നമുക്ക് വേണ്ടി പുതിയ ലോകമായ സ്വർഗം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിൽ പോകാൻ പോകുന്നവരാണ്. പിന്നെ എത്രത്തോളം ബാബയെ ഓർമ്മിക്കുമോ അത്രയും പുഷ്പങ്ങളാകും. നമ്മൾ വികാരങ്ങൾക്ക് വശപ്പെട്ട് മുള്ളായി മാറി. കുട്ടികളായ നിങ്ങൾക്കറിയാം, ആര് വരുന്നില്ലയോ അവർ മായയ്ക്ക് വശപ്പെട്ടിരിക്കുകയാണ്. ബാബയുടെ അടുത്തേ ഇല്ല, ട്രേറ്ററായി മാറി. പഴയ ശത്രുവിൻ്റെ അടുത്തേക്ക് പോയി കളഞ്ഞു. ഇങ്ങനെ ധാരാളം പേരെ മായ വിഴുങ്ങുന്നു. എത്ര പേർ ഇല്ലാതായി പോകുന്നു? വളരെയധികം നല്ലവരുണ്ട്. അവർ നമ്മൾ ഇങ്ങനെ ചെയ്യും, ഇത് ചെയ്യും, നമ്മൾ യജ്ഞത്തിനു വേണ്ടി പ്രാണനും നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ശേഷം പോകുന്നു.
ഇന്ന് അവരില്ല. നിങ്ങളുടെ യുദ്ധം തന്നെ മായയോടാണ്. ലോകത്തിൽ ഇതാരും അറിയുന്നില്ല. മായയോട് യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത്? ശാസ്ത്രങ്ങളിൽ ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധമുണ്ടായതായി കാണിച്ചിരിക്കുന്നു. പിന്നെ കൗരവരുടെയും പാണ്ഡവരുടെയും യുദ്ധമുണ്ടായി. ആരോടും ചോദിക്കൂ, ശാസ്ത്രങ്ങളിലുള്ള ഈ 2 കാര്യങ്ങളും എങ്ങനെ ഉണ്ടാകും? ദേവതമാരാണെങ്കിൽ അഹിംസകരാണ്. അവർ ഉള്ളത് തന്നെ സത്യയുഗത്തിലാണ്. അവർ പിന്നെ കലിയുഗത്തിൽ യുദ്ധം ചെയ്യാൻ വരുമോ? കൗരവരുടെയും പാണ്ഡവരുടെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ശാസ്ത്രങ്ങളിൽ എന്തെഴുതിയിരിക്കുന്നുവോ അത് തന്നെ പഠിച്ച ശേഷം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബയും മുഴുവൻ ഗീതയും പഠിച്ചിട്ടുണ്ട്. ഈ ജ്ഞാനം എപ്പോഴാണോ ലഭിച്ചത് അപ്പോൾ ചിന്ത നടന്നു, ഗീതയിൽ ഈ യുദ്ധത്തിൻ്റെയും മറ്റും കാര്യങ്ങൾ എന്തുകൊണ്ട് എഴുതിയിരിക്കുന്നു? ശ്രീകൃഷ്ണൻ ഗീതയുടെ ഭഗവാനല്ല. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ബാബ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒന്നിലൂടെ ആ ഗീതയെയും ഒഴിവാക്കിച്ചു. ഇപ്പോൾ ബാബയിലൂടെ എത്ര പ്രകാശം ലഭിച്ചു? ആത്മാവിന് തന്നെയാണ് പ്രകാശമുള്ളത്. അതിനാൽ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. ഭക്തിയിൽ നിങ്ങൾ ഓർമ്മിച്ചിരുന്നു. അങ്ങ് വരികയാണെങ്കിൽ ബലിയർപ്പണമാകും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒന്ന് എങ്ങനെ വരും? എങ്ങനെ ബലിയർപ്പണമാകും? ഇത് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ എങ്ങനെയാണോ അതേപോലെയാണ് നമ്മൾ ആത്മാവും. ബാബയുടേത് അലൗകിക ജന്മമാണ്. കുട്ടികളായ നിങ്ങളെ എങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ സ്വയം പറയുന്നു, ഇത് നമ്മുടെ അതേ പിതാവാണ്. ആ ഒന്ന് കൽപ്പകൽപ്പങ്ങളിൽ നമ്മുടെ പിതാവാകുന്നു. നമ്മൾ ഏവരും ബാബ ബാബ എന്ന് പറയുന്നു. ബാബയും കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നു. ആ ഒന്ന് ടീച്ചറിൻ്റെ രൂപത്തിൽ രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പിതാവിൻ്റേതായ ശേഷം ആ ടീച്ചറിൽ നിന്നും ശിക്ഷണവും നേടേണ്ടത് ആവശ്യമാണ്. കേട്ട് കേട്ട് ഗദ്ഗതമുണ്ടാകേണ്ടതാണ്. അഥവാ മോശമായി മാറുകയാണെങ്കിൽ ആ സന്തോഷം വരികയില്ല. എത്ര തന്നെ തലയിട്ടടിച്ചാലും അവർ പിന്നെ നമ്മുടെ ജാതിയിലെ സഹോദരനല്ല. ഇവിടെ മനുഷ്യർക്ക് എത്ര സർനെയിമുണ്ട്? അതെല്ലാം പരിധിയുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ സർനെയിം നോക്കൂ, എത്ര വലുതാണ്. വലുതിലും വലുതാണ് ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബ്രഹ്മ. ആ ഒന്നിനെ ആരും അറിയുന്നതേയില്ല. ശിവബാബയാണെങ്കിൽ സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മാവിനെ കുറിച്ചും ആർക്കും അറിയില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കർ എന്ന ചിത്രവുമുണ്ട്. പിന്നെ ബ്രഹ്മാവിനെ സൂക്ഷ്മവതനത്തിലേക്ക് കൊണ്ടുപോയി. ബയോഗ്രഫി ഒന്നും അറിയുന്നില്ല. സൂക്ഷ്മവതനത്തിൽ ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? അവിടെ എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുക? ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഇത് എൻ്റെ രഥമാണ്. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചു. ഈ പുരുഷോത്തമ സംഗമയുഗം ഗീതയുടെ എപ്പിസോഡാണ്. ഇതിൽ പവിത്രതയാണ് മുഖ്യം. പതിതത്തിൽ നിന്നും പാവനം എങ്ങനെയാണ് ആകേണ്ടത് ഇത് ആർക്കും അറിയില്ല. ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധങ്ങളെയും മറന്ന് പിതാവായ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ മായയുടെ പാപകർമ്മങ്ങൾ ഭസ്മമാകും എന്ന് ഒരിക്കലും സാധു സന്യാസിമാരോ മറ്റോ പറയുകയില്ല. അവരാണെങ്കിൽ ബാബയെ അറിയുന്നില്ല. ഗീതയിൽ ബാബ പറഞ്ഞിട്ടുണ്ട്, ഈ സന്യാസിമാരുടെയും മറ്റും ഞാൻ വന്ന് ഉദ്ധരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, തുടക്കം മുതൽ ഇപ്പോൾ വരെ ഏതെല്ലാം ആത്മാക്കൾ പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണോ എല്ലാവരുടെയും അന്തിമ ജന്മമാണിത്. ഇദ്ദേഹത്തിൻ്റെയും ഇത് അന്തിമ ജന്മമാണ്. ഇദ്ദേഹം പിന്നെ ബ്രഹ്മാവായി. കുട്ടിക്കാലത്ത്
ഗ്രാമീണ ബാലനായിരുന്നു. 84 ജന്മം ഇദ്ദേഹം പൂർത്തിയാക്കി, ഫസ്റ്റിൽ നിന്നും ലാസ്റ്റ് വരെ. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. ഇപ്പോൾ നിങ്ങൾ ബുദ്ധിവാനാകുന്നു. മുൻപ് ബുദ്ധിഹീനനായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ ബുദ്ധിശാലിയാണ്. ബുദ്ധിഹീനൻ എന്ന് പതീതരെയാണ് പറയുന്നത്. മുഖ്യമായത് പവിത്രതയാണ്. മായ നമ്മളെ വീഴ്ത്തി എന്ന് എഴുതുകയും ചെയ്യുന്നു. കണ്ണുകൾ ക്രിമിനലായി. ബാബയാണെങ്കിൽ അടിക്കടി മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ ഒരിക്കലും മായയോട് തോൽക്കരുത്. ഇപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഈ പഴയ ലോകം ഇല്ലാതാകാൻ പോകുന്നു. നമ്മൾ പാവനമാകുമ്പോൾ നമുക്ക് പാവന ലോകവും വേണമല്ലോ. കുട്ടികളായി നിങ്ങൾക്ക് തന്നെയാണ് പതിതത്തിൽ നിന്നും പാവനമാകേണ്ടത്. ബാബ യോഗം ചെയ്യുകയില്ല. ബാബ യോഗം ചെയ്യാൻ തക്കവണ്ണം പതീതമാകുന്നില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ സേവനത്തിൽ ഉപസ്ഥിതനാണ്. നിങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ടത്. വന്ന് പതീതരായി നമ്മളെ പാവനമാക്കൂ. നിങ്ങൾ പറഞ്ഞതിലൂടെ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സഹജമായ വഴി പറഞ്ഞു തരുന്നു. കേവലം മന്മനാഭവ. ഭഗവാനുവാചയാണല്ലോ. കേവലം ശ്രീകൃഷ്ണന്റെ നാമം നൽകുന്നതിലൂടെ ബാബയെ എല്ലാവരും മറന്നുപോയി. ബാബയാണ് ഫസ്റ്റ്, ശ്രീകൃഷ്ണൻ സെക്കൻഡാണ്. ആ ഒന്ന് പരംധാമത്തിൻ്റെ അധികാരിയാണ്, മറ്റേത് വൈകുണ്ഠത്തിൻ്റെ അധികാരിയാണ്. സൂക്ഷ്മവർദ്ധനത്തിൽ ഒന്നും നടക്കുന്നതേയില്ല. എല്ലാവരിലും നമ്പർ 1 ശ്രീകൃഷ്ണനാണ്. കൃഷ്ണനെ എല്ലാവരും സ്നേഹിക്കുന്നു. ബാക്കി എല്ലാവരും പിന്നീട് വരുന്നു. സ്വർഗത്തിലാണെങ്കിൽ എല്ലാവർക്കും പോകുവാനും സാധിക്കില്ല. നിങ്ങൾ മധുരമധുരമായ കുട്ടികൾക്ക് ആഴത്തിലുള്ള സന്തോഷം ഉണ്ടായിരിക്കണം. പല കുട്ടികളും ബാബയുടെ അടുക്കൽ വരുന്നു. അവർ ഒരിക്കലും പവിത്രമായി കഴിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, വികാരത്തിൽ പോവുകയാണ്. പിന്നെ ബാബയുടെ അടുക്കൽ എന്തിനു വരുന്നു? എന്തു ചെയ്യട്ടെ, ഇരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ വരുന്നു. ഒരു പക്ഷേ എപ്പോഴെങ്കിലും അമ്പ് തറച്ചേക്കാം. അങ്ങല്ലാതെ നമ്മുടെ സദ്ഗതി ആര് ചെയ്യും? അതിനാൽ വന്ന് ഇരിക്കുകയാണ്. മായ എത്ര പ്രബലമാണ്! ബാബ നമ്മളെ പതിതത്തിൽ നിന്നും പാവനം പുഷ്പവും ആക്കുന്നു എന്ന നിശ്ചയവുമുണ്ട്. പക്ഷേ എന്തു ചെയ്യട്ടെ? എന്നിരുന്നാലും സത്യം പറയുന്നതിലൂടെ ഇടയ്ക്ക് നന്നാകും. നമുക്ക് ഈ നിശ്ചയമുണ്ട്. അങ്ങയിലൂടെ തന്നെയാണ് നമുക്ക് നന്നാകേണ്ടത്. ബാബയ്ക്ക് ഇങ്ങനെയുള്ള കുട്ടികളിൽ ദയവുണ്ടാകുന്നു. വീണ്ടും ഇങ്ങനെ ഉണ്ടാകും. നത്തിങ് ന്യൂ. ബാബ ദിവസവും ശ്രീമത് നൽകുന്നു. ചിലർ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇതിൽ ബാബയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ബാബ പറയും, ഒരുപക്ഷെ ഇവരുടെ പാർട്ട് തന്നെ ഇങ്ങനെയാണ്. എല്ലാവരും രാജാവും റാണിമാരും ആകുന്നില്ല. രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുകയാണ്. രാജധാനിയിൽ എല്ലാവരും വേണം. എങ്കിലും ബാബ പറയുന്നു, കുട്ടികളെ, ധൈര്യം ഉപേക്ഷിക്കരുത്. മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയോട് സദാ സത്യമായി ഇരിക്കണം. അഥവാ ഏതെങ്കിലും തെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒളിപ്പിക്കരുത്. കണ്ണുകൾ ഒരിക്കലും ക്രിമിനലാകരുത്. ഇതിൻ്റെ ശ്രദ്ധ വയ്ക്കണം. സദാ ശുദ്ധ ലഹരിയുണ്ടായിരിക്കണം. പരിധിയില്ലാത്ത ബാബ നമ്മളെ പതീതവും മോശവുമായതിൽ നിന്നും പുഷ്പങ്ങളും മുള്ളുകളിൽ നിന്നും പുഷ്പവും ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ബാബയുടെ കൈ ലഭിച്ചു. അതിൻ്റെ ആശ്രയത്തിലൂടെ നമ്മൾ വിഷയവൈതരണി നദി മറികടക്കും.
വരദാനം. പവർഫുൾ ബ്രേക്കിലൂടെ സെക്കൻഡിൽ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന സ്വപരിവർത്തകനായി ഭവിക്കട്ടെ. എപ്പോഴാണോ നെഗറ്റീവ് അഥവാ വ്യർത്ഥ സങ്കല്പം നടക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഗതി വളരെ ഫാസ്റ്റായിരിക്കും. ഫാസ്റ്റ് ഗതിയുടെ സമയത്ത് പവർഫുൾ ബ്രേക്ക് ഇട്ട് പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ അഭ്യാസം ആവശ്യമാണ്. അതേപോലെ തന്നെ എപ്പോഴാണോ പർവ്വതത്തിൽ കയറുന്നത്, അപ്പോൾ ആദ്യം ബ്രേക്ക് ചെക്ക് ചെയ്യുന്നു. താങ്കൾ തൻ്റെ ഉയർന്ന സ്ഥിതി ഉണ്ടാക്കുന്നതിനായി സങ്കല്പങ്ങൾക്ക് സെക്കൻഡിൽ ബ്രേക്ക് ഇടുന്നതിൻ്റെ അഭ്യാസം വർദ്ധിപ്പിക്കൂ. എപ്പോഴാണോ തൻ്റെ സങ്കല്പവും സംസ്കാരവും ഒരു സെക്കൻഡിൽ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നത്, അപ്പോൾ സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം സമ്പന്നമാകും. സ്ലോഗൻ: സ്വയം പ്രതിയും സർവ ആത്മാക്കളെ പ്രതിയും ശ്രേഷ്ഠ പരിവർത്തനത്തിൻ്റെ ശക്തിയെ കാര്യത്തിൽ കൊണ്ടുവരുന്നവർ തന്നെയാണ് സത്യമായ കർമ്മയോഗി. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അനേകം സങ്കല്പങ്ങളുടെ സർവവിസ്താരങ്ങൾക്കും ബിന്ദുവിട്ട് ഞാൻ ബിന്ദുരൂപമായി മാറുന്നു. ബിന്ദുരൂപത്തിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുന്നു. ഒരു സെക്കൻഡിൽ പരമധാമത്തിൽ ബിന്ദുരൂപനായ ബാബയുടെ സമീപം ഞാൻ സ്ഥിതി ചെയ്യുന്നു. സർവഗുണങ്ങളുടെയും ശക്തികളുടെയും സാഗരമായ ബിന്ദുരൂപമായ ബാബയുടെ ഓർമ്മയിൽ ഞാൻ ലയിച്ചു ചേരുന്നു. ബിന്ദുരൂപനായ ബാബയിൽ നിന്നും സർവശക്തികളുടെയും ബലം എനിക്ക് ലഭിക്കുന്നു. സർവഗുണങ്ങളുടെയും ഖജനാവുകൾ എന്നിൽ നിറയുന്നു. ഈ സർവശക്തികളും ഗുണങ്ങളും സാരരൂപത്തിൽ ഉൾക്കൊള്ളപ്പെട്ട അവസ്ഥയിൽ ഞാൻ മാസ്റ്റർ ബീജരൂപമായി മാറുന്നു. ഈ സമ്പൂർണവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സ്ഥിതി എന്നിലെ സൂക്ഷ്മ വികർമ്മങ്ങളെപ്പോലും ഭസ്മമാക്കുന്നു.
എന്നെ വിഘ്ന വിനാശകനാക്കി മാറ്റുന്നു. എന്നിൽ ഇച്ഛാ മാത്രം അവിദ്യ സ്ഥിതി ഉണ്ടാകുന്നു. ഈ ശക്തിശാലി മാസ്റ്റർ ബീജരൂപ സ്ഥിതിയിലിരുന്ന് ഭക്ത ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ ശക്തികൾ എൻ്റെ വരദാനി സ്വരൂപത്തിലൂടെ ദാനം ചെയ്യുന്നു.